ആകാശവാണി. നമസ്കാരം. രാജ്യവികസനത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് പരിപാടിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ യുവജന പങ്കാളിത്തത്തിന്റെ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് പരിപാടി മുന്നേറുന്നത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തിലേക്ക് യുവാക്കളുടെ ബുദ്ധിയും വീര്യവും സംയോജിപ്പിക്കുകയാണ് മത്സര പരിപാടിയുടെ കാതൽ. മത്സരം എന്നതിലുപരി രാജ്യത്തിന്റെ നയരൂപീകരണ പ്രക്രിയയിൽ യുവാക്കൾക്ക് നേരിട്ടിടപെടാനുള്ള വേദി കൂടിയാണിത്. യുവാക്കളുടെ സ്വപ്നങ്ങളെ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ അടിസ്ഥാനപരമായ ദൗത്യം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. യുവാക്കളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്നതിനും അവരുടെ ക്രിയാത്മകമായ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ ഫലപ്രദമായ വിനിയോഗമാണ്. ഡിജിറ്റൽ യുഗത്തിലെ യുവാക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും അവർക്ക് സ്വയം വികസനത്തിനും സേവനത്തിനുമുള്ള അവസരങ്ങൾ നൽകാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. അടുത്ത 25 വർഷം ഭാരതത്തിന്റെ അമൃതകാലമാണ്. ഈ കാലയളവിൽ രാജ്യം കൈവരിക്കുന്ന ഓരോ നേട്ടത്തിനു പിന്നിലും നമ്മുടെ യുവശക്തിയുടെ കയ്യൊപ്പുണ്ടാകുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്നു. പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന ഒരു വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഇത്തരം യൂത്ത് പാർലമെന്റുകൾ നൽകുന്ന ഊർജം ചെറുതല്ല. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംസ്ഥാനതല മത്സരം ഇക്കഴിഞ്ഞ മാർച്ച് 10 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി നടന്ന ജില്ലാതല മത്സരത്തിൽ നിന്നുമുള്ള 54 വിജയികളാണ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തത്. സംസ്ഥാനതല മത്സരത്തിൽ കോഴിക്കോട് സ്വദേശിനി അലീഷ അനിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കോഴിക്കോട് സ്വദേശിനി ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. വിജയികൾക്ക് ദേശീയ തലത്തിൽ തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഇനി മുന്നിലുള്ളത്. ന്യൂഡൽഹിയിലെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ മാർച്ച് അവസാന വാരം നടക്കുന്ന ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിൽ ഈ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ആ വേദിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ സർക്കാരിന്റെ വരാനിരിക്കുന്ന പദ്ധതികളിൽ പ്രതിഫലിക്കും എന്നത് യുവജനങ്ങൾക്ക് നൽകുന്ന വലിയൊരു അംഗീകാരമായി വേണം കരുതാൻ. ഉപരാഷ്ട്രപതിയും സ്പീക്കറും ഉൾപ്പെടെയുള്ള പ്രമുഖർ യുവജനങ്ങളോട് സംവദിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് ലഭിക്കുന്ന വലിയൊരു പ്രചോദനമായി മാറുന്നു. ചുരുക്കത്തിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് എന്നത് യുവാക്കൾക്ക് ലഭിക്കുന്ന ഒരു പരിശീലന കളരി മാത്രമല്ല, മറിച്ച് അവരെ രാഷ്ട്ര വികസനത്തിന്റെ യഥാർത്ഥ പങ്കാളികളാക്കി മാറ്റുന്ന ഒരു വലിയ പരിവർത്തന പ്രക്രിയ കൂടിയാണ്. 2047 വികസിത രാജ്യമെന്ന ഇന്ത്യയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കാണുള്ളതെന്ന് യൂത്ത് പാർലമെന്റിന്റെ സംസ്ഥാനതല മത്സരത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കവെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ജനസംഖ്യയിൽ 50% യുവജനങ്ങളാണെന്നും യുവാക്കളിൽ നിന്നുയരുന്ന മൗലിക ആശയങ്ങൾ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് യുവാക്കളുടെ മനസ്സിൽ നിന്നും ഉരുത്തിരിയുന്ന ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ശ്രീ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ജനോപകാരപ്രദമായ ഇത്തരം ആശയങ്ങൾ പ്രവൃത്തി പഥത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും യുവാക്കളുടെ ആശയങ്ങളാണ് ഒരു രാജ്യത്തെ പരിവർത്തനപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുവാക്കൾ ലഹരിയുടെ കരങ്ങളിൽ അകപ്പെടരുതെന്നും ഇത്തരം കാര്യങ്ങൾ ഉറക്കെ പറയാനാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതരായ നേതാക്കൾ യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. This is something which the country is doing to seek your opinion. We are going to become Vigasit Bharat. That is not a news. That is going to happen. At the time of independence, India was the poorest economy. GDP was very low. Today, GDP-wise, we are 4th nation in the world. And maybe within 1 or 2 years, maybe 2-3 years, our GDP will become bigger than Japan. This is a huge development.
But why people are saying that you will definitely become a Vikasit Bharat? Single factor. There's only one factor. 50% of Indian population is below 25. And 140 crore, 50% means 70 crore. And that is almost double the population of USA, which is, and youth is then a asset for any country. Now, why this program? To spread the awareness of Vikasit Bharat. Okay, then give you prize. Okay, more than that, it is ideas that make transformation, and ideas will come from young mind, brilliant mind. വിദ്യാഭ്യാസത്തിൽ നൈപുണ്യ വികസനത്തിന് വലിയ പങ്കുണ്ടെന്നും വ്യാജ വാർത്തകളുടെ കാലത്ത് സത്യവും മിഥ്യയും തിരിച്ചറിയാനുള്ള ശ്രമം യുവജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച CBC PIB കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ B. പളനിച്ചാമി പറഞ്ഞു. What is this electrical engineering? I will ask you, how many of you can fix your fuse at home? This is a skill. It's not a big rocket science, very small, but you need a skill. This is very, very important. So, as I said, even electrical engineer cannot really fix a fuse at home. What for his education is? അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വരെയുള്ള ഗൗരവകരമായ വിഷയങ്ങളിൽ യുവാക്കൾ നടത്തുന്ന സംവാദങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെയും പക്വതയുമാണ് വിളിച്ചോതുന്നത്. പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവ് ലഭിക്കുന്നതിലൂടെ ഭാവിയിലെ മികച്ച ജനപ്രതിനിധികളെ വാർത്തെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി നയിക്കാൻ പ്രാപ്തിയുള്ള സജീവവും ക്രിയാത്മകവുമായ പുതിയ തലമുറയെ സൃഷ്ടിക്കുകയാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ M. അനിൽകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന രാജ്യത്തെ യുവജനതയുടെ പങ്കാളിത്തം എല്ലാ മേഖലകളിലും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വികസിത ഭാരത യൂത്ത് പാർലമെന്റുകൾ സംഘടിപ്പിക്കുന്നത്. യുവജനങ്ങളുടെ ആശയങ്ങളും അഭിലാഷങ്ങളും ആവശ്യങ്ങളും കേൾക്കുകയും അത് പരിഗണിച്ച് വികസന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്താലേ നമ്മുടെ ലക്ഷ്യം മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയൂ. ജില്ലാതലം തൊട്ട് ദേശീയതലം വരെ സംഘടിപ്പിക്കുന്ന യൂത്ത് പാർലമെന്റുകൾ യുവാക്കളുടെ ശബ്ദം കേൾക്കാനും പരിഗണിക്കാനും വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ സംസ്ഥാനതല മത്സര വിഷയം കേന്ദ്ര ബഡ്ജറ്റ് 2047 വികസിത ഭാരത ലക്ഷ്യത്തിലേക്ക് യുവജനങ്ങളുടെ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനെ അധികരിച്ചായിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ വർഷത്തെ ബഡ്ജറ്റ് പ്രത്യേകിച്ച് യുവ കേന്ദ്രീകൃതമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണ്യ മേഖലകളിൽ, കായിക മേഖലകളിലും വലിയ തോതിലുള്ള വിഹിതമാണ് നീക്കിവെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് 1.39 ലക്ഷം കോടി രൂപയും കായിക രംഗത്തിന് 4479 കോടി രൂപയുമാണ് മാറ്റിവെച്ചത്. ഈ വർഷം ജനുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 1500-ലധികം യുവജനങ്ങൾ അവതരിപ്പിച്ച ആശയങ്ങൾ സഫലമാകുന്നതാണ് ബഡ്ജറ്റ് എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മളെല്ലാം ഓർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനതല യൂത്ത് പാർലമെന്റിൽ ഈ വർഷം ഈ വിഷയം ചർച്ച ചെയ്തത്. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുക്കുന്നതിലൂടെ വലിയൊരു ജനവിഭാഗത്തിന് മുന്നിൽ സ്വന്തം ആശയങ്ങൾ ഭയമില്ലാതെ അവതരിപ്പിക്കാനുള്ള പ്രസംഗ പാഠവും ആത്മവിശ്വാസവും നേടിയെടുക്കാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്നു. രാജ്യത്തെ പാർലമെന്ററി നടപടിക്രമങ്ങളെയും നിയമനിർമ്മാണ രീതികളെയും കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വഴി യുവാക്കളിൽ ശക്തമായ ജനാധിപത്യ ബോധം വളർത്താനും യൂത്ത് പാർലമെന്റ് പോലുള്ള വേദികൾ അവസരമൊരുക്കുന്നു. യൂത്ത് പാർലമെന്റിന്റെ സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അലീഷ അനിൽ ആകാശവാണി വാർത്തകളോട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അലീഷ അനിൽ. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ BSc സുവോളജി 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അതുപോലെ തന്നെ ഒരു NSS വോളണ്ടിയറുമാണ്. മൈ ഭാരത് സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് ലെവൽ മത്സരത്തിലെ 1ാം സ്ഥാന ജേതാവാണ്. എൻ്റെ ജീവിതത്തിലെ അഭിമാനകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന മൈ ഭാരത് സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ പങ്കെടുത്തത്. കേരളത്തിലെ 16 ജില്ലകളിൽ നിന്നായി ഏകദേശം 60ഓളം യുവാക്കൾ പങ്കെടുത്ത ഒരു വേദിയായിരുന്നു അത്. യൂണിയൻ ബഡ്ജറ്റ് സ്ട്രെങ്തനിങ് ദി യൂത്ത് ടുവേർഡ്സ് വികസിത് ഭാരത് 2047 എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഞാൻ പ്രസംഗിച്ചത്.
ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ യുവാക്കളുടെ പങ്ക് അത് എത്രത്തോളം വലുതാണ് എന്നതായിരുന്നു നമ്മൾ അവിടെ ചർച്ച ചെയ്ത വിഷയം. എന്റെ ആശയങ്ങളും വാദങ്ങളും ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഫലമായി സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനം നേടാൻ എനിക്ക് സാധിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നായി മികച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. ഈ വിജയത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഗവർണർ സാറുടെ കയ്യിൽ നിന്ന് എനിക്ക് പുരസ്കാരം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. യുവാക്കളാണ് ഇന്ത്യയുടെ ഭാവിയെന്നും വികസിത ഭാരതം 2047 എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ നമ്മൾ ഓരോരുത്തരുമാണ് മുന്നോട്ട് വരേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ ഓർമ്മിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ലോക് ഭവൻ സന്ദർശിക്കാൻ കഴിഞ്ഞതും അവിടുത്തെ അന്തരീക്ഷം അനുഭവിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയതോടെ ദേശീയതല മത്സരത്തിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്ക് ലഭിച്ചു. അത് തീർച്ചയായും എന്റെ ജീവിതത്തിലെ അടുത്ത വലിയ ലക്ഷ്യമായി ഞാൻ കാണുന്നു. ഈ അനുഭവം എനിക്കൊരു വിജയം മാത്രമല്ല, മറിച്ചൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിച്ച് അവരുടെ ആശയങ്ങൾ പൊതുജനത്തെ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ മുന്നോട്ട് വരണം. പരമ്പരാഗത രാഷ്ട്രീയ പഠനത്തിനപ്പുറം ആധുനിക ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ ചർച്ച ചെയ്യാനും പരിഹാരങ്ങൾ തേടാനും യുവാക്കളെ സജ്ജരാക്കുന്നതിലൂടെ ഒരു സജീവ ജനാധിപത്യ സംസ്കാരം രൂപപ്പെടാൻ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് വഴിയൊരുക്കുന്നുണ്ട്. വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ യുവാക്കളെ വെറും കാണികളായല്ല, മറിച്ച് അമരക്കാരായി അവരോധിക്കുന്നു എന്നതും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. രാജ്യവികസനത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് പരിപാടിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുധിൻ സൈനുദ്ദീൻ.